വെൽക്കം ടു എൻക്ലക്സ് വേൾഡ്. മൈ നെയിം ഈസ് സിനി ഷിജു. എൻക്ലക്സ് ആറിൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോയിലൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്, ബോർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഇവിടെ നമ്മൾ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ 3 പാരാമീറ്റേഴ്സ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. ഇത് സെൻട്രൽ പൊട്ടൻഷ്യൽ കണ്ടീഷൻ, പിന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ആക്ഷൻ ടു ടേക്ക് ആൻഡ് പാരാമീറ്റേഴ്സ് ടു മൂവ്മെൻറ്റ്. ഇതിൽ നിന്ന് 2 ഓപ്ഷൻസ് വീതം നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാം. അത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഇവിടെ 1500 hours, അതായത് ഈവനിങ് 3 PM. Evening 3 PM, the evening nurse in the neurosurgical unit performs an assessment on a 55-year-old post-operative client who returned to the unit 5 hours ago following open craniotomy via supratentorial surgery to remove a brain tumor. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം, ഈവനിങ് നേഴ്സ് ന്യൂറോസർജിക്കൽ യൂണിറ്റിൽ ഒരു പേഷ്യൻറ്റിൻ്റെ അസസ്മെൻറ്റ് പെർഫോം ചെയ്യുവാണ്. 55-year-old ഉള്ള ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ക്ലയൻറ്റ്. ആ ക്ലയൻറ്റ് 5 hours എഗോ ക്രേനിയോട്ടമി കഴിഞ്ഞൊരു പേഷ്യൻ്റാണ്. അപ്പോൾ 5 hours എഗോ എന്ന് പറയുമ്പോൾ 3 PM ഈ ഈവനിങ് നഴ്സ് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നത്. 5 hours എഗോ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ്, അതായത് 10 AM സർജറി കഴിഞ്ഞ പേഷ്യൻ്റ്. ദ നേഴ്സ് റിവ്യൂസ് the immediate post-operative nurses notes from 100 hours and the neurological flow sheet documentation done every 30 minutes by the day nurse prior to performing an assessment and notes no significant changes. അപ്പോൾ ഈ ഈവനിങ് നേഴ്സ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് നോട്ട്സ്, അതായത് 10 AM നോട്ട്സ് റിവ്യൂ ചെയ്യുവാണ്. 10 AM മോർണിംഗ് സ്റ്റാഫ് എവറി 30 minutes പേഷ്യൻറ്റിൻ്റെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ നഴ്സസ് നോട്ട് റിവ്യൂ ചെയ്യുവാണ്. അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല. ഇനി നമുക്ക് 10 AM നഴ്സസ് നോട്ടിലോട്ട് പോകാം. ഇവിടെ 10 AM ക്ലയൻറ്റ് റിട്ടേൺസ് ഫ്രം ദ OR, sleepy but easily arousable and oriented, answering questions appropriately, able to move all extremities, intact sensory perception, head of bed elevated at a 30-degree head midline, no drainage on the head dressing, GCS 15, PRRLA, pupil equal, round, reactive to light and accommodation, oxygen at 2 liter via nasal cannula, saturation 96%, temperature 99, heart rate 82, regular, then respiratory rate 20, BP 130/80, normal sinus rhythm on cardiac monitor. ഇവിടെ നോക്കിക്കേ, ക്ലയൻസ് റിട്ടേൺ ഫ്രം ദ OR, സ്ലീപ്പി ബട്ട് ഈസിലി അറൗസബിൾ ആൻഡ് ഓറിയൻറ്റഡ്, ആൻസറിങ് ക്വസ്റ്റ്യൻസ് അപ്രോപ്രിയേറ്റ്ലി, അതായത് പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആണ്, കോൺഷ്യസ് ആണ്, ഡിസോറിയൻറ്റേഷൻ ഒന്നും ഇല്ല പേഷ്യൻറ്റിന്, ഏബിൾ ടു മൂവ് ഓൾ എക്സ്ട്രിമിറ്റി, എല്ലാ എക്സ്ട്രിമിറ്റീസും മൂവ് ചെയ്യുന്നുണ്ട്, ഇൻഡാക്ട് സെൻസറി പെർസെപ്ഷൻ ആണ്, ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റഡ് അറ്റ് 30-degree ഹെഡ് മിഡ് ലൈൻ. നമ്മൾ ക്രേനിയോട്ടമി പോസ്റ്റ് ഓപ്പറേറ്റീവിൽ പേഷ്യൻറ്റിന് 30-degree ഹെഡ് എലിവേഷൻ കൊടുക്കും, സെറിബ്രൽ എഡിമ റെഡ്യൂസ് ചെയ്യാനായിട്ട്. അത് നോർമലാണ്. നോ ഡ്രെയിനേജ് ഓൺ ദ ഹെഡ് ഡ്രസ്സിംഗ്, ഡ്രെയിനേജ് ഒന്നുമില്ല. GCS 15, പ്യൂപ്പിലറി റിയാക്ഷൻസ് എല്ലാം ഈക്വൽ ആണ്, നോർമൽ ഐ സൈസ് ആണ്. ഓക്സിജൻ സാച്ചുറേഷൻ നോർമലാണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ടെമ്പറേച്ചർ 90, ഹാർട്ട് റേറ്റ് നോർമലാണ്, റെസ്പിറേറ്ററി റേറ്റ് നോർമലാണ്, BP 130/80 അത് നോർമലാണ്, നോർമൽ സൈനസ് റിതം ഓൺ കാർഡിയാക് മോണിറ്റർ. ഇവിടെ പേഷ്യൻ്റ് ടോട്ടലി നോർമലാണ്. അതാണ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് ഫൈൻഡിങ്.
ഇനി നോക്കിക്കേ, ഈവനിങ് നേഴ്സിന്റെ ഫൈൻഡിങ്സ് നോക്കിക്കേ. 3 PM patient restless, slurred speech, answering questions inappropriately, motor weakness in all extremities, head of bed elevated at a 30-degree head midline, periorbital edema bilaterally, dim-sized dark red dry drainage on back of head resin, GCS 10, open eyes in response to pain, sluggish pupil reaction to light, temperature 100.6 degree Fahrenheit, heart rate 70 beats per minute, unregular, respiratory rate 26 breaths per minute, deep and irregular, BP 140/68, the normal sinus rhythm on cardiac monitor, oxygen at 2 liter nasal cannula, saturation 96%. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 3 PM പേഷ്യന്റിന്റെ കണ്ടീഷൻ ഡിറ്റോറിയറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പേഷ്യന്റ് റെസ്റ്റ്ലെസ് ആണ്, സ്ലർഡ് സ്പീച്ച് ഉണ്ട്, ആൻസറിംഗ് ക്വസ്റ്റ്യൻ ഇൻഅപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ ഇതിൽ പേഷ്യന്റ് കോംപ്ലിക്കേഷനിലോട്ട് പോകുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പേഷ്യന്റിന്റെ കണ്ടീഷൻ ക്രേനിയോട്ടമി ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്രേനിയോട്ടമിയുടെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് ക്രേനിയോട്ടമിയുടെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ICP ഫ്രം cerebral edema, hemorrhage, fluid and electrolyte imbalance, that means diabetes insipidus or syndrome of inappropriate antidiuretic, infection and seizure. ഇത്രയാണ് ക്രേനിയോട്ടമിയുടെ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. ഇനി നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റത്തിലോട്ട് പോകാം. ഇവിടെ പേഷ്യന്റ് റെസ്റ്റ്ലെസ് ആണ്, സ്ലർഡ് സ്പീച്ച് ഉണ്ട്, ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ഇൻഅപ്രോപ്രിയേറ്റ്ലി, മോട്ടോർ വീക്ക്നെസ് ഇൻ ഓൾ എക്സ്ട്രിമിറ്റീസ്. എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഉണ്ട്. അതാണ് ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസിന്റെ സൈൻസ് ആൻഡ് സിംറ്റം ആണ് റെസ്റ്റ്ലെസ്നെസ്, സ്ലർഡ് സ്പീച്ച്, ഡിസോറിയന്റേഷൻ, കൺഫ്യൂഷൻ, വീക്ക്നെസ് ഇൻ എക്സ്ട്രിമിറ്റീസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ സൈൻസ് ആൻഡ് സിംറ്റം ഇൻക്രീസ്ഡ് ICPയുടെ സൈൻസ് ആൻഡ് സിംറ്റം ആണ്. ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റഡ് അറ്റ് 30 degree midline. ഇത് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ചെയ്യുന്നതാണ്. പെരിയോർബിറ്റൽ എഡിമ ബൈലാറ്ററലി, പെരിയോർബിറ്റൽ എഡിമ ആൻഡ് എക്കൈമോസിസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ്. ഡിം സൈസ്ഡ് ഡാർക്ക് റെഡ് ബ്രൈറ്റ് ഡ്രെയിനേജ് ഓൺ ബാക്ക് ഓഫ് ദ ഡ്രസ്സിംഗ്. അത് ഓൾഡ് കളക്ഷൻ ആണ്, അത് ഫ്രഷ് ബ്ലീഡിംഗ് അല്ല. അപ്പോൾ പേഷ്യന്റിന് ബ്ലീഡിംഗ് ഇല്ല. GCS 10, GCS 10 AM ഫൈൻഡിങ്സ് GCS 15 ആയിരുന്നു. അപ്പോൾ GCS ഡിക്രീസ് ആയിട്ടുണ്ട്. ഓപ്പൺ ഐസ് ഇൻ നോ റെസ്പോൺസ് ടു പെയിൻ. ഇവിടെ ഐ ഓപ്പണിംഗ് ഇൻ റെസ്പോൺസ് ടു പെയിൻ ആണ്. സ്ലഗ്ഗിഷ് പ്യൂപ്പിൾ റിയാക്ഷൻ ടു ലൈറ്റ്. അപ്പോൾ പ്യൂപ്പിൾ റിയാക്ഷനും അബ്നോർമൽ ആണ്. ടെമ്പറേച്ചർ 100.6, ഹാർട്ട് റേറ്റ് 70, റെസ്പിറേറ്ററി റേറ്റ് 26. ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആണ്, ഹാർട്ട് റേറ്റ് ഡിക്രീസ് ആകുന്നുണ്ട്. നേരത്തെ ഹാർട്ട് റേറ്റ് 82 ആയിരുന്നു, ഹാർട്ട് റേറ്റ് ഡിക്രീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ആയി, അത് ഡീപ്പ് ആൻഡ് ഇറഗുലർ ആണ്. ഡീപ്പ് ആൻഡ് ഇറഗുലർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഉസ്മാസ് റെസ്പിറേഷൻ ഓർ ന്യൂറോജനിക് ഹൈപ്പർ വെന്റിലേഷൻ. BP 140/68. പ്രീവിയസ് BPയെക്കാളും BP ഇവിടെ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൾസ് പ്രഷർ വൈഡൻഡ് ആണ്. പൾസ് പ്രഷർ മീൻസ് സിസ്റ്റോളിക് BP മൈനസ് ഡയസ്റ്റോളിക് BP. ഇവിടെ പൾസ് പ്രഷർ 72 ആണ്, വൈഡൻഡ് പൾസ് പ്രഷർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇത് ഇൻക്രീസ്ഡ് ICPയുടെ സൈൻസ് ആൻഡ് സിംറ്റം ആണ്. ഇൻക്രീസ്ഡ് ICPയുടെ സൈൻസ് ആൻഡ് സിംറ്റം ആണ്. എയർലി സൈൻ ആണ് ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ദെൻ ലേറ്റ് സൈൻ ആണ് ഇൻക്രീസ്ഡ് സിസ്റ്റോളിക് BP, വൈഡൻഡ് പൾസ് പ്രഷർ, ബ്രാഡികാർഡിയ, അബ്നോർമൽ റെസ്പിറേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം പേഷ്യന്റിന് ICP ഇൻക്രീസ് ആയതാണ്. The nurse compares previous notes at 10 AM with the current assessment finding. നമ്മൾ പേഷ്യന്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഏതാണ് കണ്ടീഷൻ
എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. കംപ്ലീറ്റ് ദ ഡയഗ്രാം ബൈ സെലക്ടിംഗ് ഫ്രം ദ ചോയ്സസ് ബിലോ ടു സ്പെസിഫൈ which potential condition the client is most likely experiencing, 2 action to take and 2 parameters the nurse would monitor to assess the client's progress. First നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടീഷൻ ഏതാണെന്ന് നോക്കാം. അത് നമ്മൾ ഇവിടെ സെലക്ടിൽ ക്ലിക്ക് ചെയ്തു. പൊട്ടൻഷ്യൽ കണ്ടീഷൻ സ്ട്രോക്ക്, ബ്ലീഡിംഗ്, ഇൻഫെക്ഷൻ, ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. നമുക്ക് ഫ്രം ദ അസസ്മെന്റ് ഫൈൻഡിങ് നമുക്ക് മനസ്സിലാക്കാം അത് സ്ട്രോക്കിന്റെ സൈൻസ് ആൻഡ് സിംറ്റം അല്ല. ഇവിടെ ബ്ലീഡിങ്ങിന്റെ സൈൻസ് ആൻഡ് സിംറ്റം ഒന്നുമില്ല. നെക്സ്റ്റ് വൺ ഇൻഫെക്ഷൻ. ടെമ്പറേച്ചർ 100.6. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആണ്, പക്ഷേ 5 hours പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണ് ക്ലയൻറ്റ്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ആഫ്റ്റർ 24 to 48 hours ആണ്. 48 hours ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതാണ് ഇൻഫെക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. നമ്മൾ ഈ അസസ്മെന്റ് ഫൈൻഡിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷറാണ്. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് വൺ ആക്ഷൻ ടു ടേക്ക്. ഇവിടെ ഒരു ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. നോട്ടിഫൈ ദ സർജൻ, ഒബ്റ്റെയിൻ ബ്ലഡ് കൾച്ചർ, റിക്വസ്റ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ IV ആന്റിബയോട്ടിക്, റിക്വസ്റ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ പാക്ഡ് RBC, റിക്വസ്റ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ആൻ IV ഹൈപ്പർ ഓസ്മോട്ടിക് ഏജന്റ്. നമ്മൾ ഇൻക്രീസ്ഡ് ICP ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട കണ്ടീഷനാണ്. ലൈഫ് ത്രെട്ടനിങ്ങിലോട്ട് പോകുന്ന കണ്ടീഷനാണ്. അപ്പം നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജനെ ഇൻഫോം ചെയ്യണം. അടുത്തത് നോട്ടിഫൈ ദ സർജൻ. അത് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു. ഒബ്റ്റെയിൻ ബ്ലഡ് കൾച്ചർ. ബ്ലഡ് കൾച്ചർ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള അസസ്മെന്റ് ഫൈൻഡിങ്സ് ഒന്നും ഇവിടെ ഇല്ല. നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. റിക്വസ്റ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ആൻ IV ആന്റിബയോട്ടിക്. ഈ തന്നിരിക്കുന്ന അസസ്മെന്റ് ഫൈൻഡിങ്സ് വെച്ച് ആന്റിബയോട്ടിക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ഫൈൻഡിങ്സ് ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. റിക്വസ്റ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ പാക്ഡ് RBC. ഇവിടെ ബ്ലീഡിങ്ങിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസോ പറയുന്നില്ല, അതുകൊണ്ട് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. റിക്വസ്റ്റ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ആൻ IV ഹൈപ്പർ ഓസ്മോട്ടിക് ഏജന്റ്. IV ഹൈപ്പർ ഓസ്മോട്ടിക് ഏജന്റ് അതായത് മാനിറ്റോ. നമ്മൾ സെറിബ്രൽ എഡിമ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഹൈപ്പർ ഓസ്മോട്ടിക് ഏജന്റ്. എക്സാമ്പിൾ മാനിറ്റോ. അപ്പോൾ നമുക്ക് ഹൈപ്പർ ഓസ്മോട്ടിക് ഏജന്റ് അത് നമുക്ക് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് വൺ പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ. ഇനി നമ്മൾ എന്തൊക്കെ മോണിറ്റർ ചെയ്യണമെന്ന്. ഫസ്റ്റ് വൺ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്. WBC കൗണ്ട് മോണിറ്റർ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഇല്ല. സെക്കൻഡ് വൺ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ക്രേനിയോട്ടമി കഴിഞ്ഞ പേഷ്യൻറ്റിന് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ മാനിറ്റോൾ അഡ്മിനിസ്റ്റർ ചെയ്തു. ഇത് ഡയോറസിസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യണം. അവർലി ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. സ്വാളോയിങ് എബിലിറ്റി ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമാറ്റോക്രിറ്റ് ലെവൽ അതും ഇവിടെ ഇൻഡിക്കേഷൻ ഇല്ല. വൈറ്റൽ സൈൻസ് ആൻഡ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. വൈറ്റൽ സൈൻസ് ആൻഡ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ബോർഡ് ടൈപ്പ് ആൻസർ ചെയ്യുന്നത്.